ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടും എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അപേക്ഷകരെ അക്കാര്യം അറിയിച്ചതായാണ് നമ്മളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകും. ഷഫീദ്, ഇത് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ശനിയാഴ്ചയാണ് എന്ന് തോന്നുന്നു സാംസ്കാരിക വകുപ്പ് അന്ന് അറിയിച്ചത്. രാവിലെ ഈ അപേക്ഷിച്ച ആളുകൾ എത്തണം, ഈ റിപ്പോർട്ട് കൈപ്പറ്റാമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ഈ ഹർജി പരിഗണിക്കുന്നു, അല്ലെങ്കിൽ ഹർജി കോടതിയിൽ വന്നതിൻ്റെ പേരിൽ വീണ്ടും ആ സമയം ഹർജിയിലെ തീരുമാനം കൂടി അറിയട്ടെ എന്ന് പറഞ്ഞ് പുറത്തുവിടുന്നത് മാറ്റുകയായിരുന്നു. ഇപ്പോൾ കോടതി അതിൽ ഇടപെടാത്ത സാഹചര്യത്തിൽ ഇന്ന് തന്നെ അത് പുറത്തുവിടും എന്നാണോ കരുതേണ്ടത്? അതേതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നു വിജയകുമാർ. കാരണം ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ മുൻപിൽ മറ്റു വഴികളില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള നീക്കം അത് സർക്കാർ തലത്തിൽ നടക്കുന്നു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള സംശയങ്ങൾ അത് സംസ്ഥാന സർക്കാരിനെ കേന്ദ്രീകരിച്ച് പുറത്തു വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വൈകിപ്പിക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ള ആക്ഷേപം അത് കുറച്ചുകൂടി ശക്തി പ്രാപിക്കുന്ന ഒരു സമയത്തു കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതിയിൽ എത്തുകയും വീണ്ടും 3 ദിവസം ഇത് വൈകുകയും ചെയ്തത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇനി മറ്റു വഴികളില്ല. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപ് ഈ റിപ്പോർട്ട് പുറത്തുവിടും. ആ റിപ്പോർട്ട് പുറത്തുവിടും എന്നുള്ള വിവരം അത് നേരത്തെ കൊടുത്ത 5 മാധ്യമപ്രവർത്തകർക്ക്, അപേക്ഷ കൊടുത്ത 5 മാധ്യമപ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം അത് പ്രതീക്ഷിക്കാം. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരും. ഏതാണ്ട് 5 വർഷത്തോളം കാലം ഈ സർക്കാർ മേശപ്പുറത്ത് മുകളിൽ അടയിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പലവിധത്തിലുള്ള നിയമ വഴികൾക്കും നിയമയുദ്ധങ്ങൾക്കും ശേഷം അത് പുറത്തേക്ക് വരാൻ പോകുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 മാധ്യമപ്രവർത്തകരാണ് അപേക്ഷകർ. 5 മാധ്യമപ്രവർത്തകർക്ക് ഇന്ന് ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് അത് ലഭിക്കും. അതൊരു പക്ഷേ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിൽ നിന്നായിരിക്കും അത് വരിക. അങ്ങനെ കൂടി ചില വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഏതായാലും റിപ്പോർട്ട് ഇന്ന് തന്നെ പുറത്തുവിടുമെന്ന് ആപ്ലിക്കേഷൻ നൽകിയവരെ, അല്ലെങ്കിൽ അപേക്ഷ നൽകിയവരെ ഔദ്യോഗികമായി തന്നെ ഇതിനോടകം അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ മിനിറ്റിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മാത്രമല്ല അതിൽ ചില ഭാഗങ്ങൾ ഉണ്ടായിരിക്കില്ല, സ്വകാര്യതയെ ബാധിക്കുന്ന ചില ഭാഗങ്ങൾ അതുണ്ടാകില്ല എന്നുള്ള നേരത്തെ തന്നെ പുറത്തു വന്ന വിവരമാണ്. ഏതായാലും ഇപ്പോൾ രഞ്ജിനിയുടെ ഹർജി തള്ളിയതോടുകൂടി ഇനിയൊരു കാത്തിരിപ്പ് അക്കാര്യത്തിൽ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുകയാണ് വിജയകുമാർ. യെസ് ഷഫീദ്, ഇതിപ്പോൾ 82 പേജ് ഒഴിവാക്കണം എന്ന് കോടതി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിൽ ഈ മൊഴി കൊടുത്തവർ, അവരുടെ സ്വകാര്യത, അവർ കൊടുത്ത മൊഴിയുടെ രഹസ്യ സ്വഭാവം അത് കാത്തു സൂക്ഷിക്കണം, അതൊക്കെ കോടതിയുടെ ഉത്തരവിലുള്ളതാണ്. അപ്പോൾ പിന്നീട് അത്തരം ഒരു ആശങ്ക എന്നത് അത് ഇപ്പോൾ കോടതി തന്നെ ചോദിച്ചത് പുറത്തു വരേണ്ട എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ടാണോ ഇത്തരമൊരു ഹർജി എന്ന മട്ടിലൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോടതി തന്നെ അക്കാര്യത്തിൽ ചില മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. ഇതിൽ സംരക്ഷിക്കപ്പെടേണ്ടത് എന്തൊക്കെയാണ്, രഹസ്യ സ്വഭാവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്തൊക്കെയാണെന്നതിൽ കോടതിക്ക് അറിയാം. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ഉത്തരവിട്ടത്. അപ്പോൾ ഇനിയിപ്പോഴതിൻ്റെ പേരിൽ ഈ ഹർജി സിംഗിൾ ബെഞ്ചിലേക്ക് വരും എന്ന്, അല്ലെങ്കിൽ സിംഗിൾ ബെഞ്ചിൽ വേണമെങ്കിൽ ഹർജിക്കാർക്ക് പോകാം എന്തൊക്കെ കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നീട്ടി ചോദിക്കുന്നില്ല. ഇത് പുറത്തുവിടുക എന്നതിലേക്ക് ഒരു രാഷ്ട്രീയ തീരുമാനമാണല്ലോ അതുണ്ടായി എന്ന് കരുതാം ഇപ്പോഴല്ലേ? ഉറപ്പായിട്ടും. കാരണം ഡിവിഷൻ ബെഞ്ച് ഇത് ഹർജി തള്ളിയതോടുകൂടി ഇനി കാത്തു നിന്നാൽ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചൊരു പക്ഷേ കോടതിയിൽ നിന്ന് മറ്റു ചില വിമർശനങ്ങൾ ഉയരാം എന്നുള്ള. ഷഫീദ് തുടരുക. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാരായിരുന്നു കോടതിയിൽ ഇന്നിപ്പോൾ ഹാജരായത് നടി രഞ്ജിനിക്ക് വേണ്ടി. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഇപ്പോൾ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം എന്ന് ഹർജിക്കാരോട് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. അത്തരമൊരു സാധ്യത ഉള്ളത് കൊണ്ട് ആ നിലയ്ക്ക് സിംഗിൾ ബെഞ്ചിനെ താങ്കൾ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കക്ഷിക്ക് വേണ്ടിയിട്ട് ദാറ്റ് ഈസ് ദി തിങ് ടു ബി ഡൺ. ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി റിപ്പറ്റീഷൻ ഫയൽ ചെയ്യും കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഒറ്റ കാര്യം കൂടി, അപ്പോൾ ഈ റിപ്പോർട്ട് അതിനു മുമ്പ് പുറത്തുവിടാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടെ റിപ്പോർട്ട് പുറത്തുവിടും എന്നാണ് പറഞ്ഞത്. ഈ അപേക്ഷ നൽകിയവരോട് അത് കൈപ്പറ്റാൻ ചെല്ലാൻ സർക്കാർ പറഞ്ഞു എന്ന് വെച്ചാൽ വകുപ്പ് അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അതിന് തടസ്സമില്ലല്ലോ അല്ലേ? എനിക്ക് അതിനെ കുറിച്ച് അറിവില്ല, കാരണം അത് സർക്കാർ പറയണ്ട, അല്ലെങ്കിൽ കേസ് നടത്തണമല്ലേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. റൈറ്റ്. യെസ്, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാരാണ് പ്രതികരിച്ചത്. ഇതിപ്പോൾ സിംഗിൾ ബെഞ്ചിലേക്ക് പോകും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ ബെഞ്ചിലേക്ക് പോകുമെന്ന് ഹർജി നൽകിയ നടി രഞ്ജിനിക്ക് വേണ്ടി അവരുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്.